എല്ലാം മമ്മീന്റെ പട്ടുസാരി വെട്ടു ഓരോ കല്യാണം വരുമ്പോ മമ്മീന്റെ പട്ടുസാരിയുടെ എല്ലാം കുറഞ്ഞു സോ ഈ റാം മോഡൽ എന്ന് പറയുന്നത് ഇതിനൊരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ലാലു കൃഷ്ണദാസ് ഉണ്ടാക്കിയ ക്രൈറ്റീരിയ ഇറ്റ്സ് ഇൻ ദ യൂണിവേഴ്സ് ക്രൈറ്റീരിയ ആണ്. ഇന്നിപ്പോ ഫാഷൻ ഇൻഡസ്ട്രി ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ. ഇപ്പൊ കുറച്ചായിട്ട് ന്യൂസുകളിൽ വെറും ഏതൊരു റാൻഡം ഒരു പെൺകുട്ടീനെ എന്തെങ്കിലും ഒരു ഇഷ്യൂല് പിടിച്ചാലും മോഡൽ. വാട്ട് സ്റ്റുപ്പിഡിറ്റി ഇസ് ഇത്? ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ദാലു ആണ്. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു സോ മച്ച്. 23 വർഷമാവാണ് അല്ലേ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഈ സെപ്റ്റംബറിൽ. യാ, എങ്ങനെയാ ശരിക്കും ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് എത്തുന്നത്? എനിക്ക് പണ്ടേ ഒരു ഫാഷൻ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ എൻ്റെ ഒരു ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. ഞാൻ വെൻ ഐ എം യങ്, ഒരു 4th 5th 6th പഠിക്കുമ്പോൾ എപ്പോഴും ഒരു വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ ഫാമിലിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഐ വോണ്ട് ടു ഡ്രസ് സംതിങ് ഡിഫറെൻറ്റ്, ആരും കാണാത്ത ടൈപ്പ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിൽക്ക് ഷർട്ട്സ് ആകെ 2 കളേഴ്സേ കിട്ടുള്ളൂ. ഒന്ന് ഓഫ് വൈറ്റ്, പിന്നെ ഒരു മെറൂൺ. ഈ 2 കളേഴ്സേ ഉള്ളൂ. പക്ഷെ ഞാൻ അന്ന് ഇടുക പിങ്ക്, എല്ലാം മമ്മീന്റെ പട്ടുസാരി. ഓരോ കല്യാണം വരുമ്പോ മമ്മീന്റെ പട്ടുസാരിയുടെ എല്ലാം കുറഞ്ഞു ഞാൻ അത് കട്ട് ചെയ്തിട്ട് ആൻഡ് അതിന്റെ ആ ബോർഡേഴ്സ് കോളറിൽ മാത്രം അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഞാൻ. അപ്പൊ എല്ലാരും അപ്പോഴേ പറയുന്നു ഡാലുവിന്റെ എന്റെ കോസ്റ്റ് കല്യാണം വരുമ്പോ എല്ലാവർക്കും എന്റെ ഞാൻ എന്താ ഇടുന്നത്, ഡാലു എന്താ ഇടുന്നതെന്ന് നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഐ ഓൾവേസ് ഡ്രസ് അപ്പ് സംതിങ്. അപ്പൊ എനിക്കൊന്ന് ചെറുപ്പത്തിൽ അതെന്റെ ഒരു പിന്നെ അന്നൊക്കെ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടിൽ നിന്ന് ഓടിച്ചിട്ടിടിച്ചു അച്ഛൻ. നീ എന്താ തുന്നപ്പീടി തുടങ്ങുന്നത്? ഐ ഡോണ്ട് ബ്ലെയിം ദം ബിക്കോസ് നമ്മൾ അന്നത്തെ അറിവുള്ളൂ. സോ അച്ഛന് ഇഷ്ടം ഞാൻ MBBS ജോയിൻ ചെയ്യാനായിരുന്നു. ആൻഡ് രാമയ്യ മെഡിക്കൽ കോളേജിൽ എനിക്ക് സീറ്റും പറഞ്ഞു വെച്ചത്. സോ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ ആക്ച്വലി. എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒളിച്ചോടിപ്പോയി തന്നെ പറയാൻ പോയി. ഞാൻ എൻട്രൻസ് ചെയ്ത് ജോൺ ഫെദർ ഹോട്ടൽ മാനേജ്മെന്റ്. സോ ഐ ഡൺ മൈ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് then I ഡൺ മൈ പാർട്ട് ടൈം ആസ് ഫാഷൻ ഡിസൈനിങ് ഫ്രം IFT ബാംഗ്ലൂർ. പിന്നെ ഞാൻ അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് കയറി. ശരിക്കും ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചോദിക്കാം, അതായത് മോഡലിംഗ് എന്ന് പറയുന്നത് കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസാണ്. ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മോഡലായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ള സൊസൈറ്റി അത്. ശരിക്കും എന്താ മോഡലിംഗ്? when you talk about modeling എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു 3 കാറ്റഗറി, മെയിൻലി നമ്മളൊരു 3 കാറ്റഗറി ആയിട്ടാണ് എടുക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ റാം മോഡൽ, പ്രിന്റ് മോഡൽ, കമേഴ്ഷ്യൽ മോഡൽ. നമ്മൾ റാം മോഡൽ എന്ന് പറയുമ്പോൾ ഏത് ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഒരു MBBS പാസ്സായാലല്ലേ ഡോക്ടർ ആവാൻ പറ്റും അല്ലേ? സോ ഈ റാം മോഡൽ എന്ന് പറയുന്നത് ഇതിനൊരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ലാലു കൃഷ്ണദാസ് ഉണ്ടാക്കിയ ക്രൈറ്റീരിയ അല്ല, ഇറ്റ്സ് ഇൻ ദ യൂണിവേഴ്സ് ക്രൈറ്റീരിയ ആണ്. സി ഒരു മെയിൽ മോഡൽ ഷുഡ് ബി 5'10" and above, a female model should be 5'6" and above, and certain criteria measurement. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സി ഒരു റാം മോഡൽ, ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹ്യൂമൻ മാനിക്വിനെയാണ് നമ്മൾ മെഷർമെന്റ്സിൽ എടുക്കുക. സി ഇപ്പം ഞാൻ ഡിസൈനർ, യു ആർ എ ഡിസൈനർ, നിങ്ങളൊരു കോസ്റ്റ്യൂം ഒരു 2 ലക്ഷത്തിന്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത്. സോ അപ്പൊ നമ്മളൊരു ബേസിക് മാനിക്വിൻ മെഷർമെന്റ്സിലാണല്ലോ ഉണ്ടാക്കുന്നത്. സോ അപ്പൊ ഈ 5-6 ആ ഹൈറ്റിലെ ഗാർമെന്റ് ഉണ്ടാക്കിയിട്ട് 5'2" കുട്ടിക്ക് കട്ട് ചെയ്യാൻ സമ്മതിക്കോ? You won't do allow it. So that's why it is a rule that this is the basic criteria has to be there to be a RAM model. Okay. If a print model എന്ന് പറഞ്ഞാൽ there is no height, there is no weight, there is no, it's all about the project what you're doing, the campaign what you're shooting for. Based on the project. Depend on the project. അതപ്പം നമുക്ക് ഏജ് ക്രൈറ്റീരിയ, കാരണം ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അച്ഛൻ അമ്മമ്മ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ എവറി ടൈപ്പ് ഓഫ് മോഡൽ ഇസ് റിക്വയർഡ്. സോ അവിടെ നമുക്ക് ഏജോ ഹൈറ്റോ വെയിറ്റ്, ഓൺലി തിങ് യു ഷുഡ് ഹാവ് എ ഗുഡ് ഫോട്ടോജനിക് ഫേസ്. And when it comes to the commercial, same thing, there is no height and weight and all, but you should have a little bit of acting skill. കാരണം ഇറ്റ്സ് എ കമേഴ്ഷ്യൽ. സോ ഇതാണ് 3 ക്രൈറ്റീരിയാസ് മെയിൻലി. സി അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ ആദ്യം അവരെ അനലൈസ് ചെയ്യണം വിച്ച് ഏരിയ ദേ ക്യാൻ ബി. ഇപ്പം 5'3" ഒരാൾക്ക് ഞാൻ മോഡലായ റാം മോഡലായിട്ടേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ he can never be success. Instead of that he is wasting the time. എന്നിട്ട് എന്താ പറയാ, ഇൻഡസ്ട്രീനെ ബ്ലെയിം ചെയ്യും. എവിടെ എത്തിയില്ല, ഇൻഡസ്ട്രി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ? അതാ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്ത് പറയുന്നത്, ഈ അപ്കമിങ് വരുന്ന കുട്ടികളുടെ അടുത്ത് പ്ലീസ് അനലൈസ് യുവർ സെൽഫ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് പറ്റും, അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ യു വിൽ ബി സക്സസ്.
അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ റാം മോഡലായിട്ടേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമേ അല്ല. സി അതാ പറയാ, ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല് ഡാലു സമ്മതിക്കുന്നില്ല, ഡാലു എടുക്കുക ഡിസൈനേഴ്സ് ഹാസ് ടു ചൂസ് ദ മോഡൽസ് അല്ലേ. ഇപ്പം നമ്മളൊരു 10 മോഡൽ നിർത്തി, ഞാനൊരു 5, 6, 5, 7 ഹൈറ്റിൽ 4 ആളത്തെ ആദ്യം ഡിസൈനർ ആ 4 ആളെ എടുത്ത് കളയുക. ബിക്കോസ് ആ ഒരു ഗാർമെന്റ്സ് അവർക്ക് ഫിറ്റ് ആവില്ല. സോ ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മുതലെടുക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നൗ എവ്രി വൺ ഇവിടെ കൂന് പോലെയാണ് മോഡലിംഗ് കമ്പനീസ്, സത്യം. കൊറിയോഗ്രാഫേഴ്സ് എന്താന്ന് പോലും അറിയില്ല, യൂട്യൂബിലൊക്കെ കണ്ട് വടി പിടിച്ച് നടക്കുന്നു, ഞാനും അവനും വടി പിടിച്ച് നടക്കുന്നു. ഓക്കെ, സോ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ പറയുക, ഹൈറ്റ് പ്രശ്നമില്ല, വെയിറ്റ് പ്രശ്നമില്ല, യു ക്യാൻ ബി എ മോഡൽ, കം ആൻഡ് ഗെറ്റ് ഗ്രൂംഡ് ആൻഡ് വാക്ക് ദ റാമ്പ്. അങ്ങനത്തെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഫാഷൻ ഇൻഡസ്ട്രി ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ. സി ഞാനൊക്കെ വരുന്ന സമയത്ത് 2001, 2002 ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഫാഷൻ വീക്ക്, സി നമ്മളൊക്കെ ഒരു ഫാഷൻ വീക്ക് കാണാൻ ഹൈദരാബാദ് അല്ല, അന്ന് മുംബൈയും ഡൽഹി ആകെ 2 ഫാഷൻ വീക്കാണ്. വൺ ഇസ് ലാക്മി ഫാഷൻ വീക്ക് ആൻഡ് വൺസ് ഇസ് വിൽസ് ഫാഷൻ വീക്ക്. അന്ന് ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് ട്രെയിനൊക്കെ കയറി, അൺറിസർവ് ട്രെയിനൊക്കെ കയറിയിട്ട് പോയിട്ടാണ് അന്നൊക്കെ നമ്മൾ ഫാഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. See, now everything is in the fingertips. നമ്മൾ കൊച്ചിയിൽ തന്നെ the first fashion week we brought all the good designers, top designers like James Ferreira, Jatin Kochar, Sanjana John, അങ്ങനെ കുറേ ശ്രവൺ കുമാർ, അങ്ങനെ കുറേ ഡിസൈനേഴ്സ് നമ്മളെ സിറ്റിയിൽ നമ്മളെ 4 വാളിനുള്ളിൽ ഇരുന്ന് കാണാനുള്ള സാഹചര്യം. അവിടെ നിന്നാണ് ഇത്രയും നശിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ചാവക്കാട് ഫാഷൻ വീക്ക്, നിലമ്പൂർ ഫാഷൻ വീക്ക്, I don't know what to say. ശരിയാ. ശരിക്കും ഞാനപ്പോൾ ചോദിക്കട്ടെ, ഈ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ലാത്ത ഒരു കാര്യമാണ്. ശരിക്കും എന്താണ് ഒരു കൊറിയോഗ്രാഫർ? ഹൂ ഇസ് എ കൊറിയോഗ്രാഫർ? Whom can be called? വളരെ നല്ലൊരു ക്വസ്റ്റൻ, ഇതുവരെ ആരും ചോദിക്കാത്ത ഒരു ക്വസ്റ്റൻ. ഐ തിങ്ക് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ആരെയാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു ഷോന് നടന്ന പിറ്റേ ദിവസം കൊറിയോഗ്രാഫറായി, ഏതെങ്കിലും ഒരു ലോക്കൽ ഷോ ചെയ്ത നെക്സ്റ്റ് ഡേ ഷോ ഡയറക്ടറായി. സി ഞാൻ എന്നെ ഒരു കൊറിയോഗ്രാഫർ എന്ന് വിളിക്കുന്നത്, ഞാൻ എൻ്റെ 501ാമത്തെ ഷോ ചെയ്തപ്പോഴാണ് ഞാൻ എന്നെ ഒരു കൊറിയോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. എത്ര ഷോ കഴിഞ്ഞപ്പോ? മോർ ദാൻ 1600. അപ്പൊ ഞാൻ എൻ്റെ 501ാമത്തെ ഷോ ചെയ്തപ്പോൾ ഞാൻ എന്നെ കൊറിയോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. സി എ കൊറിയോഗ്രാഫർ ഷുഡ് നോ എ ബേസിക് നോളജ് ഓഫ് ഫാഷൻ ഡിസൈനിങ്. ബിക്കോസ് ഒരു ഡിസൈനർ ഒരു ഗാർമെന്റ് നമ്മളെ കൈമിൽ കൊണ്ടുതരുമ്പോൾ ദ കൊറിയോഗ്രാഫർ ഷുഡ് നോ ഹൗ ടു ഡിസ്പ്ലേ ദിസ് ഗാർമെന്റ് ഓൺ ദ റാമ്പ്. അതിനൊരു ജീവൻ കൊടുക്കേണ്ടത് ഒരു കൊറിയോഗ്രാഫറുടെ ഡ്യൂട്ടിയാണ്. സോ ഹി ഓർ ഷീ ഷുഡ് നോ ബേസിക് നോളജ് ഓഫ് ഫാഷൻ ഡിസൈനിങ്, കളർ സെൻസ് ഒക്കെ നല്ലത് ഉണ്ടായിരിക്കണം. ബേസിക് മേക്കപ്പ് ആൻഡ് ഹെയർ. കാരണം എന്നെ കോസ്റ്റ്യൂമിന് ഇന്ന മേക്കപ്പ് വേണമെന്നില്ല, നമ്മൾ റെഫറൻസസ് എടുത്തിട്ട് കൊടുക്കണം. യെസ്, കൊടുക്കണം. A good knowledge on music, a good knowledge on light and sounds. അപ്പം ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തിനെ മാത്രമേ നമുക്ക് കൊറിയോഗ്രാഫർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഷോ ഡയറക്ടർ, സി ഞാൻ എന്നെ ഷോ ഡയറക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എൻ്റെ 1000 ഷോ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ്. എൻ്റെ 1001ാമത്തെ ഷോ ചെയ്തപ്പോഴാണ് ഞാൻ എന്നെ ഷോ ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. എന്താ ഡിഫറൻസ് കൊറിയോഗ്രാഫർ ആൻഡ് ഷോ ഡയറക്ടർ ഇസ് ദ പേഴ്സൺ ഹു control the whole show. The whole show എങ്ങനെ വരണം, എങ്ങനത്തെ ലൈറ്റ്സ്, ക്യാമറാസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കും ഷോ ഡയറക്ടർ. അപ്പോൾ ഒരു കൊറിയോഗ്രാഫർ ഇത്ര കുറേ എക്സ്പീരിയൻസ് സ്റ്റൈൽ മാത്രമേ ഒരു ഷോ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം അതല്ല, നേരെ ഷോ ഡയറക്ടർ. ആർക്ക് വേണമെങ്കിലും ഷോ ഡയറക്ടർ ആവാം. Anyone can be a show director എന്നില്ല. But sorry guys, you have to be really, really well trained and should have a good knowledge of ഫാഷൻ കൊറിയോഗ്രാഫി. ഓക്കെ, കൂൾ. ഇപ്പം എവ്രിഡേ ഫാഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് പേഴ്സണലി ഞാൻ ദാലുവിൻ്റെ ഷോ കാണുമ്പോഴും ഒരു ഷോ പോലെ ആയിരിക്കില്ല വേറെ ഷോ ഉണ്ടായിരിക്കുക. സോ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാ ദാലു ശ്രദ്ധിക്കാറ്? സി നമ്മളിപ്പം ഞാൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഡെയിലി രാവിലെ എണീച്ച് നോക്കിയാൽ ആദ്യം ഗൂഗിളിലേക്കുന്ന വാട്ട് ഇസ് ദ അപ്ഡേറ്റ് ഓൺ ഫാഷൻ, ഏതാണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു. വൺസ് ദ യൂട്യൂബ് ആൻഡ് ഓൾ സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ
തിങ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അപ്പം ഞാൻ ഫസ്റ്റ് എണീച്ചോടനെ ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത് വാട്ട് ഇസ് ടുഡേസ് ട്രെൻഡ്, വാട്ട് ഇസ് ടുഡേസ് കളർ, എന്താണ് ഇന്നത്തെ കളർ ട്രെൻഡ്, എവറിഡേ കളർ ട്രെൻഡ്സ് മാറുന്നുണ്ട്. സോ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ലൈക്ക് ഐ വാച്ച് ലോട്ട് ഓഫ് ഷോസ് ഇന്റർനാഷണലും നാഷണലും. നമ്മൾ ഇവിടുത്തെ എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അതിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സി there is a lot of difference between the fashion show, what happened here and what happens in the north. Now a fashion show ഒരു മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് അറിയോ? they call hanger. because address so what അവരെ ഹാങ്ങേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഹാങ്ങറിന്റെ ഡ്യൂട്ടി എന്താ? ടു ഹാങ് ദ ഗാർമെന്റ് വെൽ. അതുകൊണ്ടാണ് നമ്മൾ when it look into the international shows അവിടെ മോഡലിന് there is no value, they are just a hanger. അപ്പോൾ എല്ലാവരും കോൺസെൻട്രേഷൻ വിൽ ബി ഓൺ ദ ഗാർമെന്റ്. അതേ സ്ഥാനത്ത് ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലും ഇവിടെ സൗത്തിലൊക്കെ വരുമ്പോൾ ഓഡിയൻസ് കോൺസെൻട്രേഷൻ മോസ്റ്റ്ലി ഓൺ ദ മോഡൽ ഫേസ്, കാണാൻ ഭംഗിയിലേക്ക് കുറേ ഷോസിലൊക്കെ ഇവിടെയൊക്കെ ആദ്യം ഇപ്പം നൗ ദ ട്രെൻഡ് ഇസ് ചേഞ്ചിങ്. മുന്നേയൊക്കെ ഒരു 5 to 6 years ബാക്ക് ഒക്കെ ഞാൻ ഇവിടെ ഷോ ചെയ്യുമ്പം പറയും ഒക്കെ നല്ല കാണാൻ ഭംഗിയിലെ കുട്ടികളായിരിക്കണം കേട്ടോ ഡാലു. The client used to tell us നല്ല കാണാൻ നല്ല ഭംഗിയിലെ കുട്ടികളായിരിക്കണം കേട്ടോ. അപ്പം ലൈക്ക് നോ പക്ഷെ ഇപ്പം അത് കുറേ മാറി വന്നിരിക്കുന്നു. കുറേ ദർ ഇസ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദാറ്റ്. അപ്പം ലൈക്ക് നോ ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഷോ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് വന്നു ദാലുവിൻ്റെ അടുത്തേക്ക്. ദാലു എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മോഡലിനെ ചൂസ് ചെയ്യുന്നത്? ഓക്കെ നോ ലെറ്റ് ടോക്ക് അബൌട്ട് ദ ഷോ. അപ്പം എനിക്കൊരു ഷോ വന്നാൽ ഞാൻ ആദ്യം നോക്ക് എവിടെയാണ് ഈ ഷോ നടക്കാൻ പോകുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് വിൽ കം. ഓക്കെ വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ്, വാട്ട് കൈൻഡ് ഓഫ് ഗാർമെൻറ്റ്സ് ഇസ് ദർ. ഇപ്പം ഒരു ഫാഷൻ വീക്ക് ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു മോളിലൊക്കെ നടക്കും. ഇപ്പം ലുലു ഫാഷൻ വീക്കൊക്കെ ആണെങ്കിൽ ഞാൻ റാൻഡംലി ഒരു ഹാങ്ങേഴ്സിനെ പോലെ മോഡൽസ് നടത്തിയ പീപ്പിൾ വോണ്ട് ഗെറ്റ് അട്രാക്റ്റഡ്. സോ ഐ ഡിസൈൻ ദ ഷോ, സോ ഐ ആഡ് ഓൺ ഡ്രാമ ടു ഇറ്റ്. ഓക്കെ അങ്ങനെ. അപ്പം നമ്മൾ അക്കോർഡിംഗ് ടു ദ ഓഡിയൻസ്, അക്കോർഡിംഗ് ടു ദ വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഇസ് കമ്മിങ് ഡൗൺ ടു വാച്ച് ദ ഷോ, എവിടെയാണ് ഈ ഷോ നടക്കുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഗാർമെന്റ്സ്, ഹു ആർ ദ ഡിസൈനേഴ്സ്, അക്കോർഡിംഗ് ടു ദാറ്റ് ഞാൻ ഓരോ ഷോ ഡിസൈൻ ചെയ്യും. മോഡൽസിനെ ചൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഗാർമെന്റ്സ്. ഇപ്പോൾ ഒരു എത്നിക് വെയർ ഒക്കെ ആണെങ്കിൽ കൂടുതൽ വി ലുക്ക് ഇൻ ടു ദ ഗേൾസ് ഹു ഹാവ് എ നൈസ് എത്നിക് ഫേസസ്. മറ്റേതാണ് ഹൈ ഫാഷൻ ആണെങ്കിൽ ലൈക്ക് അങ്ങനെ. ഒരു റാമ്പിൽ വോക്ക് ചെയ്യാനായിട്ട് മോഡൽസിന് എത്ര ദിവസം എടുക്കും ഗ്രൂം ചെയ്യാനായിട്ട്? ഞാൻ ഒരു മോഡലിനെ മോഡൽ എന്ന് വിളിക്കുക അൺടിൽ ആൻഡ് അൺലെസ് ഹി ഓർ ഷീ ഡസ് മിനിമം 25 to 30 ഷോസ് ചെയ്താൽ മാത്രമേ ഞാനൊരു മോഡലിനെ മോഡൽ എന്ന് വിളിക്കൂ. ആൻഡ് ടു ബി എ മോഡൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. മിനിമം ഹി ഓർ ഷീ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 6 months to 1 year to get into the proper. ഇത് നമ്മളൊരു മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ആർട്ട് ഫോമിനെ പോലെ ദിസ് ഈസ് ഓൾസോ എൻ ആർട്ട് ഫോം. ഓക്കെ നമുക്കിപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം നമ്മൾ ഒരിക്കലും മുദ്രകൾ തെറ്റിപ്പിടിക്കില്ലല്ലോ, അർത്ഥം മാറി. അപ്പൊ ഒരു ജഡ്ജ്മെന്റിനൊക്കെ പോകുമ്പോൾ സെയിം വേ ഈ ഒരു വാട്ട് പെൺകുട്ടികൾ നടക്കുന്നതിനാണ് കാറ്റ് വാക്കും, ആൺകുട്ടികൾ നടക്കുന്നതിനാണ് റാം വാക്ക്. സോ ആൺകുട്ടികൾ നടക്കുന്നത് ഒരിക്കലും നെവർ കോൾ ഇറ്റ് ആസ് എ കാറ്റ് വാക്ക്, ഇറ്റ്സ് എ റാം വാക്ക്. പെൺകുട്ടികൾ നടക്കുന്നതാണ് കാറ്റ് വാക്ക്. അപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന കാല് വെക്കണം, ഇന്ന കൈ വെക്കണം, ഇന്ന കാല് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, വെൻ യു ഫ്രീസ് ഇറ്റ്. പിന്നെ സർട്ടൻ ടെക്നിക്സ് ദ ഡിവൈഡ് സ്റ്റേജസ് ഇത്രയായിട്ട് ഡിവൈഡ് ചെയ്ത്. സോ നമുക്ക് ഈ ടെക്നിക്സ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഷോൻ്റെ സമയത്ത് ഒരു പ്രോപ്പർ ഇതല്ലാണ്ട് നമുക്ക് തോന്നുന്നത് പോലെ നടക്കുക തിരിയുക. ഇറ്റ്സ് നോട്ട് ദേ. ദിസ് ഇസ് ആസ് എൻ ആർട്ട് ഫോം ഇതിനും താളുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ റൂൾസ് ആൻഡ് ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് എഴുതുന്നുണ്ട്. ഐ എം പുട്ടിങ് ഇറ്റ് ഈ കാറ്റ് വാക്കും റാം വാക്കും ഒക്കെ ഞാൻ തിയറിറ്റിക്കലായിട്ട് തന്നെ എഴുതി കഴിഞ്ഞു. സോ ഐ ബി ലോഞ്ചിങ് ഇറ്റ് സൂൺ ആൻഡ് വർക്കിംഗ് ഔട്ട് ഓൺ ദാറ്റ്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. Definitely it will be useful and I'll be starting my YouTube channel only related to the modeling. അടിപൊളി അടിപൊളി. ഇപ്പൊ ഞാൻ ഡൗട്ട് കേൾക്കട്ടെ, അപ്പൊ നമ്മൾ കാണാറുണ്ടല്ലോ ഒരു ദിവസത്തെ ഗ്രൂമിംഗ് ക്ലാസ്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മോഡൽ ആവാം, ഒരു ദിവസം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ എന്താ ശരിക്കും? ഞാൻ പറഞ്ഞത് 1 day വർക്ക്ഷോപ്പ്. ഈവൻ ഞാൻ എപ്പോഴും പറയും ഒരു ദിവസത്തെ ഡാലു കൃഷ്ണദാസിന് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചൊരു സൂപ്പർ മോഡൽ ഒരിക്കലും ആവില്ല. എൻ്റെ ഒന്നല്ല, ആരതും ആവില്ല. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, യു ഷുഡ് ഹാവ് experience, you should keep practicing. ഈ 1 day വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് നോളജ്
എന്താണ് ഫാഷൻ ഇൻഡസ്ട്രി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ലൈക്ക് റാം മോഡൽ, പ്രിന്റ് മോഡൽ, കമേഴ്ഷ്യൽ മോഡൽ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഉള്ളത് എന്താണ് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളത് കാര്യങ്ങൾ അറിയാൻ മാത്രമേ ഒരു 1 day വർക്ക്ഷോപ്പിനെ കൊണ്ട് പറ്റുള്ളൂ. See, I have my classes of that is 1 day we just call it as a workshop. Okay. It's not a classes, it's a 1 day workshop. Then I have 1 week classes, 15 days classes and 1 month classes. Okay. So it is mostly from the head to toe, ഓക്കെ. we'll be grooming you. അപ്പോൾ ഈ 1 day വർക്ക്ഷോപ്പിന് വരുന്നവരായിരിക്കുമല്ലോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പം ഈ 1 week 15 days അങ്ങനെ വരും. അപ്പം ദാലു സജസ്റ്റ് ചെയ്യോ ഒരു കുട്ടീനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം വേണ്ടി വരും അങ്ങനെ സജസ്റ്റ് ചെയ്യും? ഞാൻ തീർച്ചയായിട്ടും പറയും. പിന്നെ തീരെ പറ്റാത്ത കുട്ടികളുടെ അടുത്ത് ഞാൻ അതും പറയും. പറ്റണ പണിയല്ല. ഇൻസ്റ്റഡ് ഓഫ് വേസ്റ്റിംഗ് ദിയർ ടൈം, ദിയർ മണി, ഞാൻ എന്താണെന്ന് പറയുക, ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നെന്ന് വിചാരിച്ചോ. ഇഫ് ദെൻ ദേ നോട്ട് ബിക്കം സക്സസ്, ഞാൻ അവരൊരു ഇമോഷൻസിനെ ഞാൻ തകർക്കുന്നത്. ഞാൻ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പറയുന്നത്, പുതിയതായിട്ട് വരുന്ന ഈ ഞാൻ പറഞ്ഞില്ലേ കുറേ മോഡലിംഗ് കമ്പനീസ്, ഞാൻ പറയും നിങ്ങൾ കൊണ്ടുവരുന്നതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല, ഓക്കെ, ബട്ട് ടെൽ ദം, ടീച്ച് ദം, ഗൈഡ് ദം പ്രോപ്പർ വേ. അല്ലാണ്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു 5-3 കുട്ടീനെ പയ്യനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും മോഡലാവാൻ പറ്റും? ഒരിക്കലും റാം മോഡലാവാൻ പറ്റില്ല. സോ ഹി ക്യാൻ ബി ഞാൻ നേരത്തെ പറഞ്ഞ ഹി ക്യാൻ ബി എ പ്രിന്റ് മോഡൽ, കമേഴ്ഷ്യൽ മോഡൽ. അത് ഈ മോഡലിംഗ് ഏജൻസി നേരത്തെ പറഞ്ഞു കൊടുത്താൽ എന്തുകൊണ്ട് അവർക്ക്? എന്നിട്ട് എന്താണെന്ന് പറയുക, ഇവർ ഈ സക്സസ് ആവാത്ത സമയത്ത് ഇവരെ കൈമുന്ന് നേരെ വരുന്ന നെക്സ്റ്റ് ഇവരെ ആഗ്രഹം എങ്ങനെയും ഡാലുവിൻ്റെ കൂടെ ഷോ ചെയ്യാം. അപ്പൊ എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഐ ഹാവ് ടു റിജക്ട് ദം. കാരണം എൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ എത്തുന്നില്ലല്ലോ. അപ്പം പിന്നെ എനിക്കായി കുറ്റം. ഡാലു എടുക്കുന്നില്ല. ഡാലുവിന് ഫാഷൻ ഇൻഡസ്ട്രി ഇത് ഇവരോട് ഞാൻ എത്രയെന്ന് വെച്ചിട്ട് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്നവർ പ്ലീസ് മനസ്സിലാക്കണം ഡാലു കൃഷ്ണദാസ് ഉണ്ടാക്കിയ റൂൾസ്. ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാ ഡാലുവിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? എന്നെ കോണ്ടാക്ട് ഓഫ് കോഴ്സ് എൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ഡാലു കൃഷ്ണദാസ് എന്നുള്ള ഇതിലുണ്ടാവും. പിന്നെ ഐ തിങ്ക് മൈ നമ്പേഴ്സ് ഇസ് ദേർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ പോസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ, ബിക്കോസ് ഐ എം വെരി ആക്റ്റീവ് ഇൻ മൈ സോഷ്യൽ മീഡിയ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട്. എങ്ങനെ അതിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യാറ്? ഞാൻ റിയാക്ട് ചെയ്യില്ല. കാരണം യു നോ വാട്ട്, പറഞ്ഞ വിശ്വാസം, ഐ ലവ് മൈസെൽഫ് ദ മോസ്റ്റ്. ഞാൻ രാവിലെ എണീച്ച് എന്നും കണ്ണാടിന്റെ മുന്നിൽ നോക്കി ഞാൻ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ഡാലു യു ആർ ദ ബെസ്റ്റ്, യു ആർ റൂളിങ് ഇറ്റ് ആൻഡ് ദ ക്രൗൺ ഇസ് യോഴ്സ്, യു ആർ നോട്ട് ഗോയിങ് ടു ഗിവ് ഇറ്റ് ബാക്ക്. ഇതാണ് ഞാൻ ഡെയിലി രാവിലെ എണീച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ ഒരാൾക്ക് നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ പറയുന്നത് എന്താ പറയുക, ദേ ആർ ദ ലൂസേഴ്സ്. അവരിരുന്ന് കുരയ്ക്കട്ടെ, വേറെ പണിയൊന്നുമില്ലല്ലോ. ദേ ആർ ദ ലൂസേഴ്സ് ബിക്കോസ് അവർക്ക് വേറെ ഒരാൾ സക്സസ് ആവുന്നത് കാണുമ്പോൾ അവർക്കില്ലൊരു അവർ കാണുമ്പോൾ എന്താ, എനിക്ക് നല്ലത് തന്നെ, കാരണം അത്രയും റീച്ച് കിട്ടും, എനിക്ക് അത്രയും ട്രാഫിക് വരുന്നുണ്ട്. കാരണം ഒരിക്കലും ആര് ആൻഡ് ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ, ഐ എം എ വെരി വെരി പോസിറ്റീവ് പേഴ്സൺ. അതുകൊണ്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സോ അതൊന്നും എന്നെ ഒരിക്കലും ബാധിക്കത്തേ. ഞാൻ മരിച്ച് ആൾറെഡി മണ്ണിലേക്ക് പോയാലും പറ്റില്ല. സോറി. ഓക്കെ, ഇപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? മെമ്മറബിൾ ആയിട്ടുള്ള ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ആക്ച്വലി. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓരോ ഷോവും എനിക്ക് എൻ്റെ പുതിയ ഷോവാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ ഒരു ഷോ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഷോ ചെയ്യുന്നതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഒരു ആകാംക്ഷ, അതിൻ്റെ ഒരു ത്രില്ല്, എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ടാവും. അത് വലിയ ഷോ ആയിക്കോട്ടെ ചെറിയ ഷോ ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ലൈക്ക് എവറിത്തിങ് ഇസ് എവറി ഡേ ഇറ്റ്സ് എ ന്യൂ ഷോ ഫോർ മീ, ഓരോ ഷോവും. So I put my heart and soul for that. Okay. ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസിൻ്റെയോ അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ഇൻസ്പിറേഷൻ ആയിരിക്കും ദാലു എന്ന് പറയുന്നത്. അതേപോലെ ദാലുവിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടോ? എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇല്ല. ഞാൻ തന്നെയാണ് ഇൻസ്പിറേഷൻ. എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല. ഐ എം ദ ഗോഡ് ഫാദർ. കാരണം ഞാൻ ഇവിടുന്ന് ലൈക്ക് ദാറ്റ് ഇസ് എ lot of story to talk about. ഞാൻ ചെന്നൈയിൽ എത്തിയതും നമുക്ക് സംസാരിക്കാലോ. ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ മരണം. അപ്പം ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് എങ്ങനെ വിട്ടാലോ അങ്ങനെ ഞാൻ അമ്മ ഞാൻ ഇങ്ങനെ പോകുന്നു. ലെറ്റ് മീ സീ what I can do. If I'm success, definitely you will see it. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചെന്നൈയിലേക്ക് കയറുന്നു. ഒരു 6 ജോഡി ഡ്രസ്സും കുറച്ച് പൈസ ആയിട്ട്
ജസ്റ്റ് ഇരുന്ന് അവിടെ ചെന്ന് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ആണോ? എനിക്ക് 2 ദിവസമൊക്കെ ഞാൻ ഉറങ്ങത്തേ ഇല്ല. ഭയങ്കരമായിട്ട് ഉറങ്ങും ഞാൻ. ഐ ഗോ ടു ഡീപ് സ്ലീപ്പ്. ടെൻഷൻ വന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന മനുഷ്യന്മാർക്ക്? എൻ്റെത് സോ ഞാൻ ചെന്നൈയിൽ എത്തുന്നത് ഒരു സാറ്റർഡേ എത്തി. ഞാൻ അന്ന് ഫുൾ കിടന്നുറങ്ങി, ഫുൾ ഡേ കിടന്നുറങ്ങി. സൺഡേ ആണ് എണീക്കുന്നത് ഞാൻ രാവിലെ. അപ്പോൾ അവിടെ എന്നാൽ സൺഡേ ആകുമ്പോൾ വിൽ ഗെറ്റ് എ സൺഡേ സപ്ലിമെന്ററി പേപ്പർ. അന്നത്തെ വേക്കൻസീസിനെ പറ്റിയിട്ടൊക്കെ വരുമല്ലോ, ജോബ് വേക്കൻസീസ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ബട്ട് വൺ തിങ് ഐ എം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ടു മൈ ഫാദർ. കാരണം അച്ഛൻ എനിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ തന്നു. സ്കൂൾസിൽ ഊട്ടിയിലൊക്കെ പഠിച്ചു, ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പം എന്തെങ്കിലും ഒരു ഐ ഡൺ മൈ ഹോട്ടൽ മാനേജ്മെന്റ്, ഡൺ മൈ ട്രാവൽ ആൻഡ് ടൂറിസം, ഫാഷൻ. പക്ഷെ അന്നൊന്നും കേരളത്തിൽ സൗത്തിൽ ഇത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു AVT ഗ്രൂപ്പ്. നമ്മൾ AVT ഗ്രൂപ്പ് സ്റ്റാർട്ടിങ് ദ ഫസ്റ്റ് കോൾ സെന്റർ ഇൻ സൗത്ത് ഇന്ത്യ. അതാണ് ആദ്യത്തെ കോൾ സെന്റർ. ഓക്കെ, ലാംഗ്വേജ് മോശമില്ല, അപ്പം കിട്ടുമായിരിക്കും എന്ന് വെച്ചിട്ട് ലെറ്റ് മീ ഗോ ആൻഡ് ട്രൈ. അത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസ് എന്തെങ്കിലും നോക്കാം, ബിക്കോസ് ഐ ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. അങ്ങനെ അത് പോയി അറ്റൻഡ് ചെയ്തു. നോക്കിയപ്പോൾ 10-600 പേര്. ഓ മൈ ഗോഡ്, വലിയ. ബിക്കോസ് ആദ്യത്തെ കോൾ സെന്റർ അമേരിക്കൻ കോൾ സെന്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ജനങ്ങൾ ഇടിച്ചു കയറുന്നു. അപ്പോൾ 600 പേരിന്ന് ഇറ്റ് കെയിം ടു 300. ഐ എം ദെയർ. ഫ്രം 300 ഇറ്റ് കെയിം ടു 100. ഐ എം ദെയർ. ഫ്രം 100 to 50 ഐ എം ദെയർ. 50 to 25 ഐ എം ദെയർ. സോ ദേ ടുക്ക് ഓൺലി 14 of us. അതിനാണ് 600 പേര് വന്നിരിക്കുന്നത്. സോ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ കോൾ സെന്റർ ഏജന്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അശോക് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ലൈക്ക് ഐ വാസ് ട്രൈങ് ടു സെറ്റിൽ ഡൗൺ ഹൗ തിങ്സ് ടു ബി. ഇവിടെ അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ അവിടെയാണ്. അങ്ങനെ വൺ ഡേ ഐ വാസ് ഹാവിങ് എ ടീ ഫ്രം ദ ടീ ഷോപ്പ്. അപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ഡാലു അല്ലേ? അപ്പം പറഞ്ഞു, യാ. ഓർക്കുന്നുണ്ടോ നമ്മൾ ലൈക്ക് വെൻ ഐ ഡൺ മൈ ഫാഷൻ ഡിസൈനിങ് ഇൻ ബാംഗ്ലൂർ, നമ്മൾ എൻ്റെ ജൂനിയറായിട്ടുണ്ടായിരുന്ന പയ്യനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ ഇവിടെ? ഞാൻ സംസാരിച്ച പറഞ്ഞു, സി ഐ എം ഡൂയിങ് എ ഷോ, ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്, അപ്പോൾ വൈ കാൻഡ് യു ഹെൽപ്പ് മീ ഔട്ട് ഇൻ ദ ബാക്ക് സ്റ്റേജ്? അപ്പോൾ ഞാൻ തേടിയ വള്ളി എൻ്റെ കാലിൽ ചുറ്റി. അതാ ഞാൻ പറഞ്ഞത്, ഇഫ് യു ഹാവ് എ ഗോൾ ആൻഡ് ഇഫ് യു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്, അത് ദൈവത്തിന് നമുക്ക് അത് നമ്മളെ കൈമ കൊണ്ടുതരും. അത് എനിക്ക് പല കാര്യങ്ങളിലും അതെനിക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് എനിക്കത്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വീട്ടിലിരുന്നിട്ട് അത് വരട്ടെ, ഞാനൊരു വലിയ എനിക്ക് അവസരങ്ങളില്ല, നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും എന്നെ ഞാൻ ബ്ലെയിം ചെയ്തില്ല ഇതുവരെയായിട്ടും. ഞാൻ എനിക്ക് ഷോ ഇല്ലെങ്കിലും ഞാൻ ബ്ലെയിം ചെയ്യില്ല. കാരണം വി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. അങ്ങനെ ഞാൻ ആ ഒരു ഷോ ചെയ്യാൻ ഇട വന്നു. സോ ആ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ചെന്നൈ ഫാഷൻ, ഹൗ ദ ചെന്നൈ ഫാഷൻ ഫസ്റ്റ് 1900 to 19 പ്രസന്റ് ചെന്നൈ ആൻഡ് ഹൗ ഫ്യൂച്ചർ ചെന്നൈ വിൽ ബി. അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ആ ഷോ, അപ്പോൾ 50 മോഡൽസ്. അന്ന് ഹൂ ആൻഡ് ഹൂ പറയുന്ന എല്ലാ മോഡൽസും ഉണ്ടെന്ന് ഈ ഷോയിൽ. ഓൾമോസ്റ്റ് 30 ഗേൾസ് ആൻഡ് 20 ബോയ്സ്. അപ്പോൾ ഹൈ പ്രൊഫഷണൽ മോഡൽസ് ഉണ്ട്, കുഞ്ഞു മോഡൽസ്. സോ ഇറ്റ് ഇസ് എ ഗുഡ് ചാൻസ്. ദൈവം എനിക്ക് അത്രയും നല്ലൊരു ചാൻസ് തന്നിരിക്കുന്നത് ഇവരെല്ലാവരും കൂടിയും വർക്ക് ചെയ്യാനും. അങ്ങനെ ഗ്രൂമിങ് തുടങ്ങി. ഇവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് സീനിയർ മോഡൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് angry. So they start blaming him and what is he doesn't know why he is doing the show. അങ്ങനെ അപ്പം ഞാൻ കിഷൻ ഹിസ് നെയിം, ഞാൻ കിഷനാണ്. കിഷൻ, I will help you out. I'll take care of the grooming and I'll do the choreography. അപ്പം പറഞ്ഞു, യെസ് ഓഫ് കോഴ്സ് ചെയ്തോളൂ, പക്ഷേ സ്റ്റേജിൽ അവൻ്റെ പേരാണ് പറയും. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നൗ ഇറ്റ്സ് നോട്ട് മീ ഓർ യു, ഇറ്റ്സ് ആർ ഷോ. സോ ലെറ്റ് us make it success. ഓഫ് കോഴ്സ് കിഷൻ തന്നെ കയറിയ സ്റ്റേജിൽ എനിക്ക് കയറണം എന്നൊന്നും ആഗ്രഹമില്ല. എനിവേ ഇറ്റ്സ് സോ നൈസ് യു ഇൻവൈറ്റഡ് മീ ഫോർ ദ ഷോ. അങ്ങനെ ഞാൻ പറഞ്ഞു. ഷോ നടന്നു. ഷോ ഭയങ്കര സക്സസ് ആയി. അപ്പോൾ എല്ലാ മീഡിയക്കാരും ഇൻ്റർവ്യൂസ് എടുക്കുന്നു മോഡൽസിന്. സോ എവ്രി മോഡൽ സ്പോക്ക് അബൌട്ട് മീ. ഓ, അവർ പറയുന്ന പേര് ഇതാണ്. അപ്പൊ ഈ മീഡിയ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പേര് കേൾക്കുന്നത്. ആരാണ്? സോ ഗേൾസ് ആൻഡ് ഓൾ സ്റ്റാർട്ട് ടോക്കിങ്. ഒരു പുതിയ കൊറിയോഗ്രാഫർ ചെയ്തിരിക്കുന്നത് ഡാലു കൃഷ്ണദാസ്. അപ്പം അതൊരു ഭയങ്കര സക്സസ്. അപ്പം പിറ്റേ ദിവസം എന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് വിളിച്ചു, ടൈംസ് എന്ന് വിളിച്ചിട്ട് അവർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു. അത് കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ് 4th ഡേ അവിടുത്തെ ഒരു കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു. ദേ വോണ്ട് ടു ഡു ദ ഷോ.
ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ പിന്നെ ജോബ് ക്വിറ്റ് ചെയ്തു, കോൾ സെന്റർ ജോബ്? നോ, ഇല്ല, ഐ വാസ് വർക്കിംഗ്. അപ്പോൾ രാത്രി അതാ ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് 6 years ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഐ യൂസ് ടു സ്ലീപ്പ് ഓൺലി ഫോർ 2 hours. കാരണം ഞാൻ രാത്രി കോൾ സെന്ററിന് പോവും, രാവിലെ 6:30 ആകുമ്പോൾ തിരിച്ചെത്തും. സോ ആ 2 hours 2.5 to 3 hours ജസ്റ്റ് എന്നെ ഒന്ന് റിലാക്സ് ചെയ്യും. ദെൻ ഐ ഗോ ഔട്ട് ടു അപ്ഡേറ്റ് മൈ ഫാഷൻ. എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ്, എന്താണ് അവരെ ഷോന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ ചെയ്യാം. അങ്ങനെ ഐ യൂസ് ടു 6 years കഴിഞ്ഞതിന് ശേഷമാണ് ഏജന്റ്. അപ്പോഴത്തേക്ക് ഞാൻ പേരെടുത്തു, ബട്ട് സ്റ്റിൽ ഐ വാസ് വർക്കിംഗ് ഓൺ ദാറ്റ്. ഇപ്പൊ ദാലുവിനെ പോലെ ഒരു ഷോ കൊറിയോഗ്രാഫർ ആവണം, അല്ലെങ്കിൽ ഒരു ഷോ ഡയറക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കുള്ള ഒരു ടിപ്സ് എന്തൊക്കെയാ? ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത് മുന്നേ തന്നെ ഞാൻ ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അതിനുള്ള സമയമില്ല. They want to make easy money. Easy money and easy fame. അതാണ് ഇപ്പം എല്ലാവരും മെൻറ്റാലിറ്റി. പക്ഷേ ഞാൻ പറയുന്നത് ഏതൊരു മേഖലയിലേക്ക് വരുമ്പോഴും ആ മേഖലയെ പറ്റി നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് നന്നായി മനസ്സിലാക്കി അതിൻ്റെ എല്ലാം ചീത്തയും നല്ല വശങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പം ഞാൻ പറഞ്ഞ ഏതൊരു ആർട്ട് ഫോം അതുപോലെ നമ്മളൊരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ, ഒരു പുതിയൊരു കുട്ടിക്ക് പകർന്നു കൊടുക്കുമ്പോൾ കറക്റ്റായ രീതിയിൽ പകർന്നു കൊടുക്കുക. കാരണം ഈ കുട്ടികൾ വേറൊരു പ്രൊഫഷണൽ ഒരാളെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഈ കുട്ടികളാണ് മോശമാവുന്നത്. സോ പഠിപ്പിക്കുമ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അറിവ് കറക്റ്റായ രീതിയിൽ അറിവ് പറഞ്ഞു. സോ ഗൈസ്, ഡു ലോട്ട് ഓഫ് ഹോം വർക്ക്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ഷോ കൊറിയോഗ്രാഫർ ആവാൻ പോകുന്നില്ല നിങ്ങൾ. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്രോജക്ട്സ് വരാൻ നിൽക്കുന്നത്? ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റ് ഒന്ന് വരുന്നത് ദി ഡാലു ഫാഷൻ ഫാക്ടറി പ്രസന്റ് സൂപ്പർ മോഡൽ ജൂനിയർ സീസൺ 1 ബൈ ഡാലു കൃഷ്ണദാസ്. 5 വയസ്സിനും 17 വയസ്സിൻ്റെ കുട്ടികൾ. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന FI ഇവൻസിൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്റ്റർ കേരള, മിസ് ആൻഡ് മിസ്സസ് കേരള, എസ്പാന്യൂവിൻ്റെ മിസ്സസ് കേരള, ദെൻ വാസ്പി ഇവൻസിൻ്റെ മിസ് മലബാർ, മിസ്റ്റർ കേരള, ദെൻ മിസ്സസ് ഇന്ത്യ ഗോഡ്സ് ഓൺ കൺട്രി. ഒരുപാട് ഷോസ് വരാൻ കിടക്കുന്നുണ്ടല്ലേ? അത് പറഞ്ഞപ്പോഴാ ദ്വയ എന്നാണ് വരിക? ദ്വയനെ പറ്റി പറയാമോ? ദ്വയനിപ്പം ഞാൻ ഒരു ഗ്രൂമിങ് സെഷൻ കഴിഞ്ഞു. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. നമുക്ക് അവരോട് മിങ്കിൾ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഹൗ സ്ട്രോങ് ദയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഇപ്പോഴും ഇപ്പം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, ഞാൻ അവരുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് അറിവുകൾ പഠിക്കാനുള്ളൊരു ആക്സെപ്റ്റൻസി നമുക്ക് ഉണ്ടാവണം എന്നാണ്. അപ്പോഴേ നമ്മളൊരു സക്സസ് ആവുള്ളൂ ഏതൊരു മേഖലയിൽ പോവുകയാണെങ്കിലും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എല്ലാം അറിയാം. ഞാൻ പറയും, ഞാൻ ഇപ്പോഴും ഐ നെവർ കോൾഡ് മൈസെൽഫ് ഒരു ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫർ എന്ന് ഞാൻ ഇപ്പോഴും വിളിക്കാറില്ല, ഞാൻ ഇപ്പോഴും പറയാറുമില്ല. കാരണം എൻ്റെ അതിൽ ഒരു ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 50 ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സിൻ്റെ കളക്ഷൻ ഷോക്കേസ് ചെയ്താൽ മാത്രമേ ഞാനൊരു ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫർ ആവുന്നുള്ളൂ. എനിക്ക് എന്നെ ഒരു ഗ്രൂമർ കൊറിയോഗ്രാഫർ, ഷോ ഡയറക്ടർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഐ എം എ ഗ്രൂമർ ആൻഡ് എ കൊറിയോഗ്രാഫർ. ഓക്കെ. ഇപ്പം ഇക്കോവോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടത്തിയായിരുന്നു. ആക്ച്വലി അതൊരു ഭയങ്കര ചേഞ്ച് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത്. ഇക്കോവാക്കിനെ പറ്റി അതൊരു ഷോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒരു പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ വയനാട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഷോ ചെയ്യുന്നു. അപ്പോൾ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തുകൂടാ. അങ്ങനെ ഞാനൊരു സസ്റ്റൈനബിൾ ഫാഷൻ ഖാദിയും കോട്ടനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ ഷോ ചെയ്തത്. അപ്പം ഇനി എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, കാരണം ഐ എം എയിമിങ് ഓൺ ദ നാഷണൽ മാർക്കറ്റ്. അവിടേക്ക് ഒരു ഹിറ്റാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ആദിവാസി കുട്ടികളെ റാമ്പിലേക്ക് ചൂസ് ചെയ്തുകൂടാ, റാമ്പിലേക്ക് ഇറക്കിക്കൂടാ. അങ്ങനെ ഞങ്ങൾ യു വോണ്ട് ബിലീവ് സ്ട്രഗിൾ സോ മച്ച്. കാരണം ഓരോ വീടുകളിൽ ഫാഷൻ വെക്കുമ്പോഴേക്ക് എന്ത് തുണിയില്ലാണ്ട് നടക്കും അവർക്ക്. പക്ഷേ അതിൽ നല്ല പഠിച്ച കുട്ടികളുണ്ട് കേട്ടോ. വെരി സ്മാർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ്. അങ്ങനെ അതിന് ഞാൻ 10 പെൺകുട്ടികളെയും 10 ആൺകുട്ടികളെയും ഗ്രൂം ചെയ്തു. അവരാണ് എൻ്റെ ഷോ ഓപ്പൺ ചെയ്തത്. അവരെ ആക്ച്വൽ ഗ്രൂം ചെയ്യാൻ 3 ദിവസം. 3 ദിവസം കൊണ്ട് എനിക്കിപ്പോൾ ആ ഷോന് എന്താണോ വേണ്ടത് ആ രീതിയിൽ ഞാൻ ഗ്രൂം ചെയ്തെടുത്തു അവരെ. എന്നാൽ പോലും അവരൊരു പേഴ്സണാലിറ്റിനും അവരുടെ കോൺഫിഡൻസ് ലെവലിനും അങ്ങനത്തെ വർക്ക്ഷോപ്സ് ഒക്കെ കുറച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് ശ്രവൺ കുമാറിന്റെ ഗാർമെന്റ്സ് എടുത്തിട്ടാണ് നടന്നത്.
അത് യെസ് യെസ് അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വിളിക്കാറോ ഓ അല്ലെങ്കിൽ ഇപ്പോഴും വിളിക്കാം. അതിൽ ഇപ്പൊ 1-2 കുട്ടികൾക്ക് വേറെ നല്ല ഷൂട്ട്സ് ഒക്കെ വന്നു. ദേ ഗോട്ട് എ കോൾ ഫ്രം മുംബൈ, ഹൈദരാബാദ് എന്നൊക്കെ കോൾസ് വന്നു ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. അടിപൊളി അടിപൊളി. അതിലും ട്രാൻസ്ജെൻഡർ ഗേൾ. ആ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിരിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞിട്ട്. പ്രകൃതി. ഓ അടിപൊളി. ഓ മൈ ഗോഡ്, യു ഷുഡ് ടോക്ക് ടു ഹർ. ഞാൻ വിചാരിക്കും അവരല്ല നമ്മൾ ആദിവാസികൾ, നമുക്കാണ് കുറച്ച് അറിവ് കുറവ് എന്നൊക്കെ. സത്യം അവർ ഷീസ് സോ അപ്ഡേറ്റഡ്. എല്ലാ കാര്യങ്ങളാണെങ്കിലും സംസാരിക്കാനൊന്നാണെങ്കിലും ഒരു പേടിയും ഒന്നുമില്ല. ആരെ മുന്നിൽ നിന്ന് അവള് ബോൾഡായിട്ട് സംസാരിക്കും. ദാറ്റ്സ് അമേസിങ് ആക്ച്വലി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അതിനെ പറ്റിയിട്ടൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവാതെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നതാ, എന്താ ശരിക്കും ഒരു മോഡലിംഗ് ഏജൻസി എന്ന് പറയുന്നത്? ഓക്കെ, ശരിക്കും ഇതൊരു വളരെ 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 നല്ലൊരു ക്വസ്റ്റ്യൻ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ആൻസർ പറയാനും കൂടിയാണ്. കാര്യം നേരത്തെ നമ്മളൊരു സംസാരത്തിൽ വന്ന് കൂണ് പോലെ മോഡലിംഗ് ഏജൻസി, ഇവർക്ക് ആർക്കും അറിയില്ല എന്താണ് ആക്ച്വലി ഒരു മോഡലിംഗ് ഏജൻസി. കേരളത്തിൽ ഒരു പ്രോപ്പർ മോഡലിംഗ് ഏജൻസി വിരലിൽ ഉണ്ടാവുന്നതേ ഉള്ളൂ. വളരെ ചുരുക്കം പേര് ഇതിനൊരു വളരെ പ്രൊഫഷണലായിട്ടും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ മാക്സ് ഒക്രീഷ്, ഉവൈസ്, അനീഷ്, നരേഷ്, അങ്ങനെ കുറച്ച് പേരുണ്ട് വളരെ ഇതിനെ ഈ ഇൻഡസ്ട്രീനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന് അവരാണെന്ന് തന്നെ പറയും മോഡലിംഗ് ഏജൻസി. ശരിക്കും ഒരു മോഡലിംഗ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മോഡലിംഗ് ഏജൻസിയിൽ മോഡൽ എത്തുമ്പോൾ ഇറ്റ് ഈസ് ദ മോഡലിംഗ് ഏജൻസിയുടെ ഡ്യൂട്ടിയാണ് ഈ ഒരു മോഡലിന് ഇത്ര പ്രിന്റ് ഷൂട്ട് കൊടുക്കുക, ഇത്ര റാം ഷോസ് കൊടുക്കുക എന്നുള്ളത് അവർ കൊടുക്കണം. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. ഇവിടെ പക്ഷെ അതല്ല ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് എത്ര പൈസ അങ്ങോട്ട് അടിച്ചു മാറ്റാൻ പറ്റും? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫാഷൻ ഷോന് നടക്കുമ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങി 5,000-10,000 വാങ്ങി അവര് കോസ്റ്റ്യൂം ഈ കുട്ടികൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, എന്നിട്ട് റാമ്പിലിട്ട് നടക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് എങ്ങനെ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇപ്പൊ ഏറ്റവും ഒരു മേജർ ഇഷ്യൂ കേരളത്തിൽ നടക്കുന്നത്. കാരണം ഇപ്പൊ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം പൈസ അങ്ങോട്ട് കൊടുക്കും? 1 പ്രാവശ്യം, 2 പ്രാവശ്യം. ഇതെപ്പോഴും അങ്ങോട്ട് പൈസ കൊടുത്ത് ഷോ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും 2-3 പിക്ചർ സോഷ്യൽ മീഡിയയിൽ ഇടണം. അതിനില്ലേ പിക്ചർ കിട്ടി, എന്നിട്ട് മോഡൽ, ഫാഷൻ മോഡൽ, റൺവേ മോഡൽ, കാറ്റ് വാക്ക് മോഡൽ. അപ്പൊ ഇതാണ് ഇത്. അപ്പോൾ ഒരു പ്രോപ്പർ ഏജൻസി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ഡേറ്റാ ബാങ്ക് വേണം അബൌട്ട് ഇവിടുത്തെ ക്ലയൻസ്, ഏതൊക്കെ ക്ലയൻസ്, ഇപ്പം ജ്വല്ലറി ഇന്ന ക്ലയൻസ്, ടെക്സ്റ്റൈൽ ഇന്ന. അപ്പം എന്നിട്ട് ഈ ഒരു മോഡൽ വരുമ്പോൾ ദിസ് മോഡലിംഗ് ഏജൻസി ഷുഡ്, അവർക്കൊരു കേപ്പബിലിറ്റി വേണം ഇവർക്ക് ഇത്ര വർക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഓരോരുത്തർ പുതിയത് വരിക, പൈസ വാങ്ങുക, പോക്കറ്റിലിടുക, ഇരിക്കുക, പറഞ്ഞിട്ട്. അപ്പൊ ഈ വരാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്, അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, എങ്ങനെ അവരൊരു മോഡലിംഗ് ഏജൻസിനെ ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എല്ലാം ഫിംഗർ ടിപ്സിലുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഒരു ഏജൻസി, നിങ്ങളിപ്പോ ഒരു ഏജൻസിനെ പറ്റി കേട്ട് ഡു റിസർച്ച് ഓൺ ദാറ്റ് ഏജൻസി. അവരെന്തൊക്കെ ചെയ്തിരിക്കുന്നു, അവരെന്തൊക്കെയാണ് അവരെ വർക്ക്സ്, അവരെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ ഇപ്പൊ എല്ലാം നമുക്ക് കിട്ടാവുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ. അല്ലാണ്ട് വെറുതെ കണ്ണു അടച്ചൊരു പേരും കേട്ട് കൊണ്ട് പൈസ അടച്ചിട്ട് ഇൻഡസ്ട്രി എന്നെ ചതിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അല്ലേ? പിന്നെ മോഡൽസ്, മൈ ഗോഡ്, ഇന്ന് ഒരു കുട്ടി ഉടുപ്പ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ഹീൽ ഇടുമ്പോഴേക്ക് നടക്കുമ്പോൾ മോഡലായി. എന്ത് പ്രശ്നത്തിൽ ചെന്ന് പെട്ടാലും ഉടനെ ഈ കുട്ടികൾ പറയുന്നത് ഞാൻ മോഡലാണ്. ഇപ്പൊ ന്യൂസിലൊക്കെ വരില്ലേ? ഇപ്പൊ കുറച്ചായിട്ട് ന്യൂസുകളിൽ വെറും ഏതൊരു റാൻഡം ഒരു പെൺകുട്ടീനെ എന്തെങ്കിലും ഒരു ഇഷ്യൂല് പിടിച്ചാലും മോഡൽ. വാട്ട് സ്റ്റുപ്പിഡിറ്റീസ്. അപ്പൊ ഈ ബാക്കി കഷ്ടപ്പെട്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതിനൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടേ നടക്കുന്ന എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് ഇവിടെ. അവർക്കൊക്കെ പിന്നെ എന്താ ഇത്? ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പിക്ചർ ഇട്ട് അതിനൊരു 100 ലൈക്സ് വാങ്ങുന്നവരാരും മോഡൽസ് അല്ല. They are not called to be as a model. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊരു ഇഷ്യൂല് പെടുമ്പോഴേ സോഷ്യൽ മീഡിയ പത്രക്കാർ എഴുതുന്നത് പ്രമുഖ മോഡൽ. അപ്പൊ ഞാൻ അവരെ പേജിൽ എടുത്ത് നോക്കുമ്പോ ചെറിയ കുട്ടി ഉടുപ്പിട്ട് ഏതോ ഫോട്ടോഗ്രാഫർ, ഏതെങ്കിലും ഒരു ഫോട്ടോ പുതിയ വരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കൊലാബ് ചെയ്യാം, ഷൂട്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആളുകൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച്
റിവീലിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. Yes. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതിന് ഒരു 100-200 ലൈക്സ് ഒക്കെ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് 45K 50K വാട്ട് കെ ഐ ഡോണ്ട് നോ, ഒരു അർത്ഥവും ഇല്ല. ഗേൾസ്, never, you are not going to be a model until and unless you groom yourself professionally. നല്ലൊരാളെ തേടി പിടിക്കുക, നല്ലൊരാളെ കീഴിൽ ഗ്രൂം ചെയ്യുക, അല്ലാണ്ട് കുട്ടിയോട് പൊട്ടു ലിപ്സ്റ്റിക് ഇട്ട് ഹൈ ഹീൽ ഇട്ട് സോറി യു ആർ നോട്ട് എ മോഡൽ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റി എന്താ ദാലുവിന് പറയാനുള്ളത്? സി, ഞാൻ അതിനോട് വളരെ എഗെയിൻസ്റ്റ് ആണ്. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പം കേൾക്കാറില്ല. പിന്നെ എല്ലാവരും ആർക്കൊക്കെയാണ് ഈസി വേ ഈസി ഗോ മണി, എനിക്ക് പെട്ടെന്ന് ഓവർനൈറ്റ് ഫെയിം വേണം, ചിലപ്പോൾ അങ്ങനത്തെ പോകുന്നുണ്ടാവും, എനിക്കറിയില്ല. എൻ്റെ കുട്ടികളാരും ദേ ആർ നോട്ട് ഇൻ ടു ഇറ്റ്. അവർക്കൊക്കെ അറിയാം എവിടെ നോ പറയേണ്ട ഇടത്തിൽ നോ പറയാൻ തന്നെ അറിയാം, അതും ഭയങ്കര ബോൾഡായിട്ട് പറയാൻ അറിയാം. അല്ലാത്തവർ അവർക്ക് ഫെയിം വേണം. അതിപ്പോൾ ഈ ഒരു നല്ലതും ചീത്ത ഏതൊരു ഇൻഡസ്ട്രിയിലാണ് ഇല്ലാത്തത്, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ആദ്യം നമ്മളെ സൂക്ഷിക്കാൻ പഠിച്ച് നമ്മൾ അതിനെ നോ പറയാൻ പഠിച്ച സോറി, നോ വൺ ഇസ് ഗോയിങ് ടു ഡാം. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിന്നെയൊക്കെയാണ്. കുറച്ച് നാൾ മുൻപ് വരെ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല, ഗേൾസ് സേഫേ അല്ല, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഗേൾസ് സേഫ് ആണോ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. എൻ്റെ കൂടെ ഷോസ് ഒക്കെ ചെയ്യുന്ന എന്തോരം കുട്ടികളുണ്ട്. യു ക്യാൻ ആസ്ക് എനി വൺ, ഏതെങ്കിലും ഒരു കുട്ടി പറയട്ടെ ഡാലു കൃഷ്ണദാസ് ഇങ്ങനെ പറഞ്ഞു, അതോ ഈ ക്ലയൻറ്റിനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു, അന്ന് ഞാൻ എൻ്റെ ഈ കരിയർ ഞാൻ നിർത്തും. ബിക്കോസ് ഐ എം നോട്ട് ഹിയർ ഫോർ ദ മണി. യെസ്, നമുക്ക് മണി വേണം, ബട്ട് ഫാഷൻ ഇസ് മൈ ബ്ലഡ്, ദിസ് ഇസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ചോറിൽ തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ നോർത്ത് ഫാഷൻ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഫാഷൻ ഇൻഡസ്ട്രി എന്തൊക്കെയാ ലാക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നോർത്തും സൗത്തും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ സൗത്തിലെ ആൾക്കാരില്ലേ, നമ്മൾ ഇന്ന് വിളിച്ചു, ഓക്കെ, എന്നോട് മോഡൽസിനെ വിളിക്കുമ്പോൾ അവരെന്താ പറയുക, ഒരു 1 month മുന്നേ ഫോട്ടോ അയച്ചെന്ന് ഇപ്പം നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോ കൂടിയിട്ടുണ്ടാവും. ഓ യെസ്, മെയിൻറ്റെയിനിങ് ഇല്ല, ദേ ആർ നോട്ട് കമ്മിറ്റഡ്. ഈ ഒരു ജോബിനോട് ഏറ്റവും വേണ്ടത് പങ്ക്ച്വാലിറ്റി, കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദ പ്രൊഫഷൻ, ലവ് ടുവേർഡ്സ് യുവർ പ്രൊഫഷൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ സക്സസ് ആവുള്ളൂ. പക്ഷേ ഇതിനൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന എത്രയോ മെയിൽ ആൻഡ് ഫീമെയിൽ മോഡൽസിന് ഇന്നും എൻ്റെ കൂട്ടത്തിലുണ്ട്. അവരെ എന്തോരം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് ഇതിനൊരു പ്രൊഫഷണലായിട്ട് കണ്ടു, ഇതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് വളരുന്ന എന്തോരം, അതും എല്ലാം കുറേ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, MBAs, ടെക്കീസ്, എല്ലാ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നമ്മളിവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്തോരം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നോർത്തിൽ നമ്മളിപ്പോൾ ഇന്ന് കണ്ട് 1 കൊല്ലം കഴിഞ്ഞ് ആ മോഡലിനെ വിളിച്ചാലും he or she will be the same shape. അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ എനിക്കില്ല ഇത് നിന്ന് ഇവിടുത്തെ ആളുകൾ ഒരാഴ്ച മുന്നേ എനിക്ക് സമയം കിട്ടിയാൽ മതി, ഞാൻ ഡയറ്റ് ചെയ്ത് ഞാൻ ഫിറ്റാ, ഹലോ ക്ലയൻറ്റ് കാത്തുക്കും ഒരാഴ്ച. സോ ഈ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ പറയാം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഓൾവേസ് യു ഹാവ് ടു ബി ഫിറ്റ് ഇനഫ്, you have to be really committed towards your work, keep a proper attitude, not arrogant. Correct. And love the job. That's it. ഇപ്പം കോളേജിലൊക്കെ ഇപ്പം ഡിസൈനർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവില്ല, അവരുടെ ഫൈനൽ ഇയർ കളക്ഷൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ദാലുവിനെ വിളിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ദാലുവിന്റെ അങ്ങനത്തെ ഷോസ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുക, അപ്പൊ ആ കുട്ടികൾ ശരിക്കും ന്യൂ കമേഴ്സ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട്. അപ്പൊ ദാലുവിന്റെ സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. സിൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്കറിയാം അവരുടെ ഇമോഷൻസ് എന്താ. ഞാൻ ആ ഇമോഷൻസ് കൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവരെ പ്രോപ്പറായ ഗൈഡൻസിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകാറ്. എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഷോന് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയായിരിക്കും ജഡ്ജിങ് ക്രൈറ്റീരിയാസ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ അതിന് ഒരു 2-3 സെഷൻസ് അതിൻ്റെ മുന്നേ എൻ്റെ ഒരു ഷോൻ്റെ മുന്നേ തന്നെ ഞാൻ വെക്കാറുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് പറയുക, എനിക്ക് അവർക്ക് എന്താണോ അവർ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്കത് ഷോന് എൻ്റെ മോഡൽസിനെ കൊണ്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാറുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ് ഓഫ് മൈൻ, ഇങ്ങനത്തെ ഒരു കോളേജ് ഷോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഞാൻ ഭയങ്കര രസകരമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ആരായി സൂപ്പർ മോഡൽ?
കാരണം കുറെ പേരൊക്കെ സൂപ്പർ മോഡൽസാ. ഒരു റാമ്പ് നടത്തുന്നതൊക്കെ അപ്പത്തെ സൂപ്പർ മോഡൽ. A person can be called as a supermodel unless like no, she would have been done at least 25 to 30 fashion weeks. At least ഇന്റർനാഷണൽ ഫാഷൻ not internet, like Lakme അങ്ങനത്തെ. A person with the right attitude, ഞാൻ പറഞ്ഞില്ലേ ഒരു മോഡൽ ക്രൈറ്റീരിയ ഹോൾഡ് ചെയ്യുന്ന those girls can be, and supermodel comes only through the experience. Okay. With how many shows you have done, with how many designers you have worked, how many makeovers you have done. ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു സൂപ്പർ മോഡലിന് നമ്മൾ വിളിക്കുക. അല്ലാണ്ട് ഒരു ദിവസം റാമ്പിൽ നടന്ന് പിറ്റേ ദിവസം സൂപ്പർ മോഡൽ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നത് ഞാൻ എത്രയോ ലക്ഷം കേട്ടിട്ടുണ്ട് സൂപ്പർ മോഡൽ. അതുപോലെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ കൊറിയോഗ്രാഫർ. ഞാൻ ഞെട്ടിപ്പോയി, ആദ്യത്തെ ഇന്റർനാഷണൽ കൊറിയോഗ്രാഫർ. അപ്പൊ ഞാനൊക്കെ എന്ത് പറയണം? എന്ത് പ്രതികരിച്ചിട്ട് എന്ത് കാര്യം? ഐ ഡോണ്ട് വാണ്ട് ടു, ബിക്കോസ് ദേ ഹാവ് ടു അനലൈസ് ദംസെൽഫ്. ഞാൻ ഇത് പറയുന്നത് ശരിയാണോ എന്ന് അവരവരെ അനലൈസ് ചെയ്യണ്ടേ? ശരിയാ, അതില്ല. ഇപ്പം നമ്മുടെ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള കുറെ ഹീറോയിൻസിനെ ദാലു ഗ്രൂം ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഐ തിങ്ക് 2008 മിസ് കേരള റീമ കല്ലിങ്കൽ, 2010 അമല പോൾ, നൂറിൻ ഷെറീഫ് ഫോർ മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ, പ്രിയ വാര്യർ ഫോർ മലയാളി മംഗ തൃശ്ശൂരിൽ, പിന്നെ ദുർഗ കൃഷ്ണ മിസ് മലബാർ, മറീന മൈക്കിൾ മിസ് മലബാർ, അവന്തിക മോഹൻ മിസ് മലബാർ, പിന്നെ നേഹ സക്സേന, ഈവൻ ഐശ്വര്യ ലക്ഷ്മി അവളുടെ ഇനീഷ്യൽ ടൈമിൽ ലൈക്ക് ഷീ ഡൺ ഷോസ് വിത്ത് മീ 2-3 ഷോസ് ചെയ്തിട്ടുണ്ട്. രാജീവ് പിള്ളി, ഷിയാസ് കരീം, ജോൺ കൈപ്പള്ളി, സന്ദീപ് മേനോൻ, അമീർ നിയാസ്, ഇനി നമുക്ക് സന്തോഷമല്ലേ നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ ഐ എം ഓൾവേസ് ലൈക്ക് പ്രൗഡ്. അവര് നമ്മളെ കുട്ടികൾ അങ്ങനെ ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന കാണുമ്പോൾ ഇനി കുറെ പേര് വരുന്നുണ്ട്. ഇനി ഒരുപാട് പേര് വരട്ടെ. ഇപ്പോഴേ ഏകദേശം നമ്മുടെ ഈ ഒരു ചിറ്റാറ്റിന്റെ എൻഡിലോട്ട് എത്തുക. അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഓഡിയൻസിനോട് പറഞ്ഞാൽ മതി ആൻസർ. അതായത് ഈ മോഡലിംഗ് ഭയങ്കര മോശമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡ് ഭയങ്കര മോശമാണെന്ന്, അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരിക്കലും ഇതൊരു മോശമായ ഇൻഡസ്ട്രി അല്ല. നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുക്കുന്നത് പോലും ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ ഏൺ മോർ ദൻ വാട്ട് യു ഏൺ വിത്ത് അതർ പ്രൊഫഷൻ. അതുകൊണ്ട് ഇതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക് ആൻഡ് ലവ് ടു യുവർ ജോബ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം എൻഡിലോട്ട് എത്തുവാണ്. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും. കാരണം വളരെ വ്യത്യസ്തമായി, കാരണം ഈ പ്രാവശ്യം ഞാൻ സ്വന്തം ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ദിസ് ടൈം യു ആസ്ക് മീ ലോട്ട് ഓഫ് ലൈക്ക് ടു ദി ഇൻഡസ്ട്രി. ആക്ച്വലി എനിക്ക് യങ്സ്റ്റേഴ്സിന് കുറേ മെസ്സേജസ് കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഹോപ്പ് യു എൻജോയ് ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.